ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഇംഗ്ലീഷ് എങ്ങനെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാമെന്നതാണ്. ഗ്രാമർ അധികം അറിയില്ലെങ്കിലും ഈ സെൻറ്റൻസസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. ഇന്ന് നമുക്ക് ആം വെച്ചിട്ട് പഠിക്കാം. ആം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആകുന്നു എന്നാണ് അർത്ഥം. ആം പ്ലസ് കണ്ടീഷൻ ഓർ ഫീലിംഗ്. ആമിന് ശേഷം ഒരു കണ്ടീഷനോ ഒരു ഫീലിംഗോ നമുക്ക് പറയാം. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ക്ഷീണിതനാണ്. ഐ ആം ടയേർഡ്. ഐ ആം ബിസി, ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ ആം ബിസി, ഞാനിപ്പോൾ തിരക്കിലാണ്. ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ഇനി ഐ ഹാവ് എന്നുള്ളതിന്റെ ഉപയോഗം പഠിക്കാം. എനിക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. എന്തെങ്കിലും ഒരു പൊസഷൻ ഉള്ളത് പറയാനാട്ടോ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ഐ ഹാവ് പ്ലസ് തിങ്. ഐ ഹാവ് പ്ലസ് തിങ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ പെൻ. എനിക്കൊരു പേനയുണ്ട്. ഐ ഹാവ് എ പെൻ. എനിക്ക് ഒരു കാർ ഉണ്ട്. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഐ ഹാവ് 2 ബ്രദേഴ്സ്. ഐ ഹാവ് 2 ബ്രദേഴ്സ്. എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഐ ഹാവ് ആൻ ഐഡിയ. ഐ ഹാവ് ആൻ ഐഡിയ. ഇനി നമുക്ക് ഐ വോണ്ട് ഇതിന്റെ യൂസേജ് നോക്കാം. എനിക്ക് വേണം, നമ്മുടെ ഒരു ആവശ്യം പറയാനാണ്. അപ്പൊ സ്ട്രക്ചർ ഐ വോണ്ട് പ്ലസ് തിങ് അല്ലെങ്കിൽ ടു പ്ലസ് വേർബ് ചേർത്തിട്ടാ പറയാം. എക്സാമ്പിൾ, ഐ വോണ്ട് ടീ. എനിക്ക് ചായ വേണം. ഐ വോണ്ട് വാട്ടർ. എനിക്ക് വെള്ളം വേണം. ഐ വോണ്ട് ടു ഗോ ഹോം. എനിക്ക് വീട്ടിലേക്ക് പോകണം. ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം പറയാൻ നമുക്ക് ഐ ലൈക്ക് വെച്ച് പറയാം. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ഐ ലൈക്ക് പ്ലസ് നൗൺ അല്ലെങ്കിൽ വേർബിന്റെ കൂടെ ing ചേർത്തിട്ടാണ് പറയുക കേട്ടോ. അപ്പൊ എനിക്ക് ചായ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടീ. ഐ ലൈക്ക് ടീ. എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്. ഐ ലൈക്ക് മ്യൂസിക്. ഐ ലൈക്ക് മ്യൂസിക്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് റീഡിങ്. ഐ ലൈക്ക് റീഡിങ്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ട്രാവലിംഗ്. ഐ ലൈക്ക് ട്രാവലിംഗ്. അപ്പൊ നമ്മുടെ ഒരു ഇഷ്ടം പറയാനാണ് ഐ ലൈക്ക്. ഇതിന്റെ കൂടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചർ? ഐ ലൈക്ക് പ്ലസ് നൗൺ അല്ലെങ്കിൽ നമുക്ക് വേർബിന്റെ കൂടെ ing ചേർത്തിട്ടും പറയാം. Practice the sentences daily and improve your English. Don't be afraid to speak English. Just try. If you like this video, please like, share and subscribe. See you in the next video. Thank you.